നറൂട്ടോ സീരീസിൽ എത്രയൊക്കെ നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ഉണ്ടായാലും അതുപോലെ തന്നെ നമ്മൾ വെറുക്കുന്ന ചില ക്യാരക്ടേഴ്സും സീരീസിലുണ്ട്. അങ്ങനെ നമ്മൾ വെറുക്കുന്ന ടോപ്പ് 10 മോസ്റ്റ് ഹേറ്റഡ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ 10ാം സ്ഥാനത്തുള്ളതാണ് ഹോമുറ ആൻഡ് കൊഹാരു. ഹിറുസനും ഡാൻസോയുടെയും സുഹൃത്തുക്കളാണിവർ. കൂടാതെ കൊനഹയുടെ എൽഡർ ലീഡറുമാണ്. എന്നാൽ ഇവരെ എല്ലാവരും വെറുക്കാൻ കാരണം തേർഡ് ഹൊക്കാഗെ ആയിട്ടുള്ള ഹിറുസൻ സെറുട്ടോബിയെ സപ്പോർട്ട് ചെയ്യാതെ ഇവർ ഡാൻസോയുടെ തീരുമാനങ്ങളെയാണ് കൂടുതലായും സപ്പോർട്ട് ചെയ്തത്. ഡാൻസോ ചെയ്തു വെച്ച കാര്യങ്ങൾ ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ പല ആൾക്കാർക്കും ഇഷ്ടമല്ല. ഇനി 9ാം സ്ഥാനത്തുള്ളതാണ് കരീൻ. കാരണം സാസ്കെ പല തെറ്റുകൾ ചെയ്യുമ്പോഴും അതിനെ കൂടുതലായും സപ്പോർട്ട് ചെയ്തത് നമ്മുടെ കരീനാണ്. കൂടാതെ സാസ്കെ ആയിട്ടുള്ള ആ ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഓവറായിട്ടാണ് പുള്ളിക്കാരി കാണിച്ചു തന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉസുമാക്കിൽ തന്നെ ഒരു പവർഫുൾ ക്യാരക്ടറാണ് നമ്മുടെ കരീൻ. ഇനി 8ാം സ്ഥാനത്തുള്ളതാണ് ദെയ്തര. പുള്ളിക്കാരൻ ഒരു അക്കാഡ്സുക്കി മെമ്പർ ആണ്. ഒരു വില്ലൻ കഥാപാത്രം എന്ന രീതിയിൽ നോക്കുമ്പോഴും പുള്ളിക്കാരൻ അടിപൊളിയാണ്. എന്നിരുന്നാലും ഈ ഒരു ദെയ്തരയെ വെറുക്കാനുള്ള കാരണം നമ്മുടെ ഗാറയെ കൊന്നത് ദെയ്തരയാണ്. അത് പല ആൾക്കാർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഇനി 7ാം സ്ഥാനത്തുള്ളത് നമ്മുടെ സാസ്കെ ഉച്ചിഹയാണ്. നറൂട്ടോയിലും ബൊറൂട്ടോയിലും വളരെയധികം ഫാൻ ബേസ് ഉള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ സാസ്കെ. എന്നിരുന്നാലും നറൂട്ടോ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ താൻ കൊനഹ വില്ലേജിനെതിരെ തിരിയുകയും അതിനുശേഷം ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പല ആൾക്കാർക്കും പുള്ളിക്കാരനെ അത്ര ഇഷ്ടമല്ല. നമ്മുടെ സാസ്കയെ പല ആൾക്കാരും ഹെയ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി 6ാം സ്ഥാനത്തുള്ളതാണ് നമ്മുടെ ബ്ലാക്ക് സെറ്റ്സു. 4th ഗ്രേഡ് നിഞ്ച വാർ തൊട്ട് പല സംഭവങ്ങളും പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പ്രധാന കാരണം നമ്മുടെ ബ്ലാക്ക് സെറ്റ്സു ആണ്. നറൂട്ടോ സീരീസ് കണ്ടവർ ഒരിക്കലും പുള്ളിക്കാരനെ വെറുക്കാതിരുന്നിട്ടും ഉണ്ടാകില്ല. ഇനി 5ാമതുള്ളതാണ് കബൂട്ടോ. കാരണം ഒറോച്ചിമാറുവിന്റെ കൂടെ ചേർന്ന് പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 4ാമത് ആരാണെന്ന് പറയണ്ടല്ലോ, നമ്മുടെ ഒറോച്ചിമാറു തന്നെ. ഒറോച്ചിമാറു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ് ചെയ്തു വെച്ച കാര്യങ്ങൾ ചെറുതൊന്നുമല്ല. നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എക്സ്പെരിമെന്റ് ചെയ്യുകയും അതിൽ തന്നെ ഒരുപാട് കുട്ടികളെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 3ാമതുള്ളതാണ് നമ്മുടെ ഡാൻസോ. അക്കാഡ്സുക്കി ഗ്രൂപ്പ് ഈവിൾ ഗ്രൂപ്പായി മാറാനും ഉച്ചിഹ വംശം തന്നെ ഇല്ലാതാകാനും തുടങ്ങി പല എക്സാമ്പിൾ നമുക്ക് പറഞ്ഞങ്ങ് പോകാം. ഒരാളുടെ മരണത്തിൽ നമ്മൾ അത്രയധികം സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഡാൻസോയുടെ മരണമാണ്. ഇനി 2ാം സ്ഥാനത്തുള്ളത് നമ്മുടെ മാദറ ഉച്ചിഹയാണ്. അത്രയധികം പവർഫുൾ ആയ ഫാൻ ബേസ് ഉള്ള ഒരു വില്ലനാണെങ്കിൽ കൂടി പുള്ളിക്കാരൻ ചെയ്തു വെച്ചതൊക്കെ നല്ലതിനു വേണ്ടി എന്ന് പറഞ്ഞ് എത്ര പേർ അതിൽ മരിച്ചെന്ന് ഒരു കയ്യും കണക്കുമില്ല. അവസാനം പുള്ളിക്കാരന്റെ പ്ലാനും ചീറ്റിപ്പോയി. അതുകൊണ്ട് ഈ ഒരു സീരീസ് കണ്ടവരിൽ പല ആൾക്കാരും മാദറയെയും വെറുക്കുന്നവരുണ്ട്. ഇനി 1ാം സ്ഥാനത്ത് ആരാണുള്ളതെന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്ക്.